നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 7 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാരിനെതിരെ പ്രചാരണവുമായി സമരം നടത്തുന്ന ആശാ വർക്കേഴ്സ് ഇന്ന് മണ്ഡലത്തിൽ വരും. നിലമ്പൂരിൽ എത്തുകയാണ് ആശാ വർക്കേഴ്സ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആര്യാടൻ ഷൗക്കത്തിനായി വോട്ട് ചോദിച്ച് ഇന്നിറങ്ങും എന്നറിയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ഓൾറെഡി മണ്ഡലത്തിലുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരും. അതേപോലെ ബിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട് ഈ ആശാ വർക്കേഴ്സിൻ്റെ കാര്യം പറയാൻ. ഹാഷ്മി, പ്രചാരണം അവസാനിക്കാൻ ഇനി 7 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 7ൻ്റെ അഴകിലാണ് ഇപ്പോൾ ഇന്ന് നിലമ്പൂർ. എന്തൊക്കെയാണ് ഹാഷ്മി അവിടെ നിൽക്കുന്നത്? ഹാഷ്മി അവിടെ തിളങ്ങുന്നു എന്നൊരു പ്രേക്ഷക പരാതി പറഞ്ഞതേ ഉള്ളൂ. നന്നായിട്ട് തിളങ്ങിക്കോളൂ, ഇനി ബാക്കി വെച്ചിട്ടൊരു കാര്യമില്ല. പ്രേക്ഷകർ അങ്ങനെ പറയുന്നുണ്ട്. സന്തോഷം. SKN 7ന്റെ അഴകിൽ മാത്രമല്ല, ഇന്നിപ്പോൾ മഴയുടെ അഴകിൽ കൂടിയാണ് നിലമ്പൂര്. നമ്മുടെ ആകാശം ഇങ്ങനെ മേഘാവൃതമായി നിൽക്കുകയായിരുന്നു. നല്ല മഴ, അല്പസം മുമ്പ് നല്ല മഴ ഇവിടെ പെയ്യുകയും ചെയ്തു. അപ്പൊ ഇന്നലെ ഒന്നും അങ്ങനെ ഒരു വലിയ മഴയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. മഴ പെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ പ്രചരണത്തെ അത് പിന്നോട്ടടിക്കുന്നതാണെന്ന് അതിൽ തർക്കമില്ല. SKN കാര്യം, നമ്മൾ ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം നിൽക്കുമ്പോൾ റോഡിലൊക്കെ കാണുമ്പോൾ ഒരു വലിയ ആരവമുണ്ട്. ആരവത്തെ ഈ മഴ തണുപ്പിക്കുമോ എന്നൊരാശങ്ക ഇല്ലാതില്ല. എന്തായാലും SKN ഇന്നേക്ക് കൃത്യം 7ാം നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലാണ്. പല വിഷയങ്ങൾ അങ്ങനെ മാറി മറിയുന്നു. SKN ഇന്നലെ നമ്മൾ ഉണ്ടായിരുന്നത് ആര്യാടൻ ഷൗക്കത്തിനൊപ്പമാണെങ്കിൽ ഇന്ന് നമ്മൾ നിലമ്പൂരെ LDF സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി ശ്രീ M സ്വരാജിനൊപ്പമാണ് നമ്മൾ ഉണ്ടാവുക. അപ്പൊ SKN നമ്മൾ പറഞ്ഞതുപോലെ ഓരോ ഇനിയിപ്പോൾ 7ാം നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിൽ എന്ന് പറയുമ്പോൾ കഷ്ടിച്ച് 5 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിന് ഇനി ബാക്കി ഉണ്ടാവുക. ഓരോ ദിവസം ഒന്നോണം വെച്ച് ഓരോ പുതിയ വിഷയങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. നമുക്ക് ഓർമ്മയുണ്ട്, PV അൻവർ വന്നത് മുതൽ പിന്നീട് ക്ഷേമ പെൻഷൻ, മലപ്പുറത്തെ അപമാനിച്ചതാരെ തുടങ്ങിയ ചർച്ചയിലൂടെ ഈ പറയുന്ന ഒരു പാവം വിദ്യാർത്ഥി പന്നിക്കണിയിൽപ്പെട്ട് മരിച്ചതടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയ സജീവ രാഷ്ട്രീയ വിഷയം. ഏറ്റവും ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി വർഗീയ വോട്ട് ആർക്ക്, എങ്ങോട്ട്, ഏത് എന്നൊക്കെയുള്ള നമ്മൾ നേരത്തെയും കേട്ട ചർച്ചകൾ നിലമ്പൂർ ഈ ദിവസങ്ങൾ വളരെ സജീവമായി കേട്ടു. ഏറ്റവും ഒടുവിൽ കപ്പൽ കമ്പനിക്കെതിരെ സർക്കാർ കേസെടുക്കാത്തതിലും ഒടുവിൽ കേസെടുത്തതിലും ഒക്കെ ഈ നിലമ്പൂരും ഇതിനേതെങ്കിലും തരത്തിൽ കടലില്ലാത്ത നിലമ്പൂരിൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചയാവും നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ആശമാർ ഇങ്ങോട്ടേക്ക് ഒരു ആന്റി സർക്കാർ പക്ഷവുമായി എത്തുകയാണ്, അല്ലെങ്കിൽ ആന്റി സർക്കാർ പ്രചരണവുമായി ആശമാർ എത്തുന്നു. അല്പസമയം M സ്വരാജ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. SKN M സ്വരാജ് പറയുന്നത് ആശമാർ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വീകരണ സ്ഥലങ്ങളിലൊക്കെ ആശമാർ വരുന്നുണ്ട്, ആശമാർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് 1000 രൂപയിൽ നിന്ന് ഓണററി 7000 രൂപയാക്കിയ സർക്കാരിനൊപ്പമാണ് ആശമാർ എന്ന് M സ്വരാജ് പറയുന്നു. അതല്ല, ഈ പറയുന്ന സമരമിരിക്കുന്ന ആശമാരെ സർക്കാർ ഗൗനിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രചരണം നേരത്തെയുണ്ട്. അതിപ്പോൾ ആശമാരോട് നേരിട്ടിറങ്ങി ഒരുപക്ഷെ ഇന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നില്ലെങ്കിൽ കൂടിയും സർക്കാർ വിരുദ്ധമായി വോട്ട് ചോദിക്കുന്നു ആശമാർ എന്നൊരു വിഷയം ഇവിടെയുണ്ട്. SKN ഇനിയിപ്പോ ഈ പറഞ്ഞ ദിവസങ്ങളിൽ അത് ലാസ്റ്റ് ലാപ്പിലാണ്, അത് ഫൈനൽ ഗിയറിലേക്ക് പോകുന്നു. ഫൈനൽ ഗിയർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഗിയർ ആണ്. അസാധ്യമായ സ്പീഡിൽ പ്രചരണം മുന്നോട്ടേക്ക് പോകുമ്പോൾ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് M സ്വരാജിനോട് പ്രചരണം നടത്തുന്നു. 15ാം തീയതി പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. TMCയുടെ യൂസഫ് പട്ടാൻ പശ്ചിമബംഗാളിൽ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. ഒരുപക്ഷെ മഹുവ മൊയ്ത്ര എത്തിയേക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹൈ പ്രൊഫൈൽ നേതാക്കൾ നിറയുന്ന ചാർജഡായ വലിയ പ്രചരണങ്ങൾ ഇന്നിപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. അതിനിടയിൽ ഈ മഴ ഏതെങ്കിലും തരത്തിൽ ഈ പ്രചരണങ്ങളെ ഒന്ന് തണുപ്പിക്കുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ഇനി ദിവസങ്ങൾ വളരെ കുറവാണ് SKN. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും നിർണായകമാണ്. നമുക്കറിയാം, അതിശക്തമായ ചതുഷ്കോണ പോരാട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അതിശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്കൊക്കെ നിലമ്പൂർ നിൽക്കുമ്പോൾ ഓരോ വോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിനിർണായകമാണ് SKN. അപ്പോ പരമാവധി ഈ പറയുന്ന എന്താണ് നമ്മൾ മാസായി തെരുവിലിറങ്ങി നടന്ന വലിയ പ്രചരണങ്ങൾക്ക് അപ്പുറത്തേക്ക് പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയും ഈ പറഞ്ഞ വ്യക്തിബന്ധങ്ങളൊക്കെ പുതുക്കുകയും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥനത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ, മുന്നണികൾ. അതിനിടയിൽ PV അൻവർ ഒരു ഘട്ടത്തിൽ PV അൻവർ എന്താണ് ഈ മണ്ഡലത്തിൽ അങ്ങനെ കാര്യമായ പ്രചരണമൊന്നുമില്ലാതെ ഔട്ടായോ എന്ന് സംശയം ഉണ്ടായതാണ്. പക്ഷെ അങ്ങനെയല്ല, PV അൻവർ അദ്ദേഹത്തിന്റേതായ പോക്കറ്റുകളിൽ കൃത്യമായി പോവുകയും അവിടെ പ്രചരണം നടത്തിയും ഒക്കെ PV അൻവർ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് നമുക്കിവിടെ വരുമ്പോൾ നമ്മൾ ആദ്യ ദിവസം ഇവിടെ വന്ന അതേ ഫീൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രവചനത്തിന് പിടിതരുന്നില്ല നിലമ്പൂർ. എന്തായാലും 19ാം തീയതി 23ാം തീയതി 2 നിർണായക ദിവസങ്ങളാണ്. ഓക്കെ, ഇനിയിപ്പോൾ ആശാ വർക്കേഴ്സ് കൂടി പോരാട്ടം ആവേശഭരിതമാക്കാൻ എത്തിയിട്ടുണ്ട്. ബിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുന്നു. ബിപിൻ, ആശാ വർക്കേഴ്സ് എത്തിക്കഴിഞ്ഞു നിലമ്പൂരിൽ? അതേ SKN, അവർ എത്തിക്കഴിഞ്ഞു. 10 മണിക്കാണ് അവരുടെ പ്രകടനം തുടങ്ങുന്നത്. ചന്തക്കുന്നിൽ നിന്ന് PWD റെസ്റ്റ് ഹൗസ് വരെയുള്ള ഒരു പ്രകടനം നടത്തും. അതിനുശേഷം അപമാനിച്ചവർക്ക് വോട്ടില്ല എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി വീടുകൾ കയറിയുള്ള ഒരു പ്രചാരണം നടത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അവർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് LDFന് എത്രത്തോളം ദോഷകരമാകും എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു ചർച്ചയാകുന്നത്. ഇവിടേക്ക് ആശാ വർക്കർമാരും കൂടി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസാന ലാപ്പിലേക്ക് അത് എത്തുമ്പോൾ കൂടുതലായിട്ടുള്ള ഒരു ആവേശമൊക്കെ ഉണ്ടാക്കുന്നത്. ഒപ്പം
പരമാവധി യൂത്ത് ആളുകളുടെ യുവ ആളുകളുടെ വോട്ടുകൾ ശേഖരിക്കുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ മുന്നണികൾ ലക്ഷ്യമിടുന്നത്. ഇന്നലെയൊക്കെ LDFിന്റെ ഭാഗത്ത് നിന്ന് DJ ഉണ്ടായിരുന്നു. UDFിന്റെ ഭാഗത്ത് നിന്ന് യുവജന നേതാക്കൾ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു പാട്ടും നൃത്തവും എല്ലാം ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയൊക്കെ അതിൽ നൃത്തം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വോട്ടുറപ്പിക്കാനുള്ള എല്ലാ ആയുധങ്ങളും എടുത്തുകൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെയാണ് മുന്നണികൾ നടത്തുന്നത്. UDF ക്യാമ്പയിന് ഏറ്റവും പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെയാണ്. അവരുടെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയാം. ഈ മണ്ഡലത്തിലെ MP എന്നുള്ളതിന് അപ്പുറമായിട്ടുള്ള ഒരു താരപരിവേഷം സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകും. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകുന്നത്.